സൈക്കോളജിസ്റ്റ് എങ്ങനെയാണ് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം? ആശമയല്ലാതെ ആദ്യമായിട്ടാണ് വേറെ സൈക്കോളജിസ്റ്റ് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഈ ഷോയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ഇഫ് ഐ ആസ്ക് യു വാട്ട് ആർ ദ 3 മേജർ ചലഞ്ചസ് ഈ ടീനേജേഴ്സിൻ്റെ പേരൻസ് ഫേസ് ചെയ്യുന്നത്? When the child grows, the parent has to grow along with the child. പേരൻസ് എന്ന് പറയുന്നത് ജെൻസി അല്ലല്ലോ, അല്ല. സ്പെൻഡ് ക്വാളിറ്റി ടൈം എന്നുള്ളൊരു ക്ലീഷയായി. ഇപ്പോൾ നമ്മുടെ കാലത്തെ പേരൻസും നമ്മളും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് തന്നെ ഇത്രയാണെങ്കിൽ ഇപ്പോഴത്തെ പേരൻസും പിള്ളേരും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കര വൈഡായി. നിങ്ങൾ അവരെ എല്ലാ ദിവസവും ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ, ഹഗ് ചെയ്യുന്നില്ലെങ്കിൽ, കിസ് ചെയ്യുന്നില്ലെങ്കിൽ പുറത്തെ ആൾക്കാർ റെഡിയാണ് നിങ്ങളുടെ മക്കൾക്ക് ഇത് കൊടുക്കാൻ. വെൽക്കം ടു മിറക്കിൾ ടോക്ക് ഷോ. ഞാൻ ജോബ് ജേക്കബ്, മിറക്കിൾ മൈൻഡ്സ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി ക്ലിനിക്കിൻ്റെ ഫൗണ്ടറാണ്. നമ്മൾ ഈ ഷോയിൽ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ്സ് ആണ് സംസാരിക്കുന്നത്. ഇന്നൊരു ബ്യൂട്ടിഫുൾ സബ്ജക്റ്റാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ടീനേജ് പേരൻറ്റിങ്ങിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ടീൻസ് 13 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെയുള്ള കുട്ടികളുള്ള മാതാപിതാക്കളാണോ നിങ്ങൾ? ഉറപ്പായിട്ടും ഈ എപ്പിസോഡ് നിങ്ങൾ കാണണം. മാത്രമല്ല, ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ടീനേജേഴ്സ് മക്കളുള്ള പേരൻസ് ഉണ്ടെങ്കിൽ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് പേരൻറ്റിങ് ടീനേജേഴ്സിനെ ചെയ്യേണ്ടത്, അവരുടെ ചലഞ്ചസ്, ആ ചലഞ്ചസിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആളൊരു സൈക്കോളജിസ്റ്റാണ്. സെയിം ടൈം കോഗ്നിസൻ്റ്, അല്ലമൈൻ കോളേജ്, TCS അവിടെയൊക്കെ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. എന്നിട്ട് ഒരു ഓൺടർപ്രണർ ആയിട്ടിരിക്കുകയാണ്. ഓൺടർപ്രണർ എന്ന് പറഞ്ഞാൽ സാധാരണ സൈക്കോളജിസ്റ്റ് ഓൺടർപ്രണർ ആകുന്ന ഒരു ക്ലിനിക്ക് തുടങ്ങുമെന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊച്ചിയിലുള്ള അശോക വേൾഡ് സ്കൂളിൻ്റെ ഫൗണ്ടറാണ്, ഡയറക്ടറാണ് മിസ്സസ് അദീന മറിയം. വെൽക്കം ടു ദ ഷോ. Thank you, Job. Thank you so much for having me on the show. ആശമയല്ലാതെ ആദ്യമായിട്ടാണ് വേറെ സൈക്കോളജിസ്റ്റ് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഈ ഷോയ്ക്കകത്ത് വന്നിരിക്കുന്നത്. അതിനെ ഇവിടെ ഈ ഷോയിലേക്ക് വിളിക്കാൻ, ഈ സബ്ജക്റ്റ് സംസാരിക്കാനായിട്ട് വിളിക്കാൻ പ്രധാനപ്പെട്ട കാരണം, അശോക സ്കൂളിൽ ഞാൻ വന്നിട്ടുണ്ട്. അവിടെ യു ആർ ഡീലിംഗ് വിത്ത് ലോഡ് ഓഫ് ടീനേജ് പേരൻസ്. ഞാനവിടെ വന്നപ്പം ആ സ്കൂളിലേക്ക് കയറിയപ്പം തന്നെ എനിക്കൊരു ഭയങ്കര ഒരു ഫീലാണ് ഉണ്ടായത്. ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ യു ആർ ഡൂയിങ് CBSE സിലബസ്, യു ആർ ഡൂയിങ് മച്ച് മോർ ദാൻ CBSE അല്ലേ? എൻ്റെ ആദ്യത്തെ ചോദ്യം നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പേ, സൈക്കോളജിസ്റ്റ് എങ്ങനെയാണ് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം? എനിക്ക് തോന്നുന്നു ജോബ് പറഞ്ഞ പോലെ യൂഷ്വലി സൈക്കോളജിസ്റ്റ് എടുക്കുന്ന ഒരു പാത്ത് ചിലപ്പം ക്ലിനിക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് ഈ സ്കൂൾ ഫൗണ്ട് ചെയ്തത്. സോ വി ഹവ് സ്റ്റാർട്ടഡ് ദിസ് 5 years ago. And as a psychologist, I feel it has been one of the best decisions and it has been good because കുട്ടികളുടെ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഒക്കെ അറിഞ്ഞുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് വെരി ഗുഡ്. ഇറ്റ്സ് ലൈക്ക് ക്യാച്ചിങ് ദം യങ് എന്ന് പറയുന്ന പോലെ. സോ അതിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിന് ഞാനൊരു ടീനേജറുടെ പേരൻ്റാണ്. ജോഷിന്, ഞങ്ങളുടെ മകന് 14 വയസ്സുണ്ട്. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഞാനും ആശമയും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ടീനേജേഴ്സിൻ്റെ പേരൻസാണ് കൂടുതലും ഞങ്ങൾക്ക് മിറക്കിൾ മൈൻഡ്സിൽ വരുന്ന ക്ലയൻസ്. അപ്പം ഈ ഒരു സബ്ജക്റ്റ് ഒന്ന് സംസാരിക്കാൻ അതിനായ ഞാൻ ഇൻവൈറ്റ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ, യു ആർ ഡീലിംഗ് വിത്ത് ഹൺഡ്രഡ്സ് ഓഫ് പേരൻസ് ഹു ഗോട്ട് ടീനേജ് ചിൽഡ്രൻ അല്ലേ? സോ നമ്മൾ ഈ ഒരു കുഞ്ഞു പോഡ്കാസ്റ്റാണിത്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് വാട്ട് ആർ ദ മേജർ ചലഞ്ചസ് പേരൻസ് ഫേസിങ് ആൻഡ് വാട്ട് ആർ ദ സൊല്യൂഷൻസ്, വാട്ട് ഓൾ തിങ്സ് ഈ പേരൻസ് എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ടീനേജ് പേരൻസ് ആയിരിക്കുമ്പോൾ. സോ ഞാൻ ഡയറക്റ്റ്ലി ഇൻ ടു ദ സബ്ജക്റ്റ് ചോദിക്കുകയാണ്. ഇഫ് ഐ ആസ്ക് യു വാട്ട് ആർ ദ 3 മേജർ ചലഞ്ചസ് ഈ ടീനേജേഴ്സിൻ്റെ പേരൻസ് ഫേസ് ചെയ്യുന്നത്? 3 മേജർ ചാലഞ്ചസ് വുഡ് ബി, ഒന്ന് ഡെഫിനറ്റ്ലി എല്ലാവരും പറയുന്ന പോലെ ഫോൺ യൂസേജ് ആണ്. ഫോൺ യൂസേജ് എനിക്ക് തോന്നുന്നു അതൊരു എല്ലാ പാരൻസും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. റൈറ്റ് ഫ്രം ഒരു 10 years, മേ ബി നോട്ട് ജസ്റ്റ് ടീനേജ്, ഒരു 10 years തൊട്ടുള്ള കുട്ടികൾക്കുള്ളൊരു ഇഷ്യൂ ആണ്. അതെ, ഈ അതിനെ ഫോൺ യൂസേജ് തന്നെ പറയണം. ഇപ്പം ലാപ്ടോപ്പ് ഔട്ട്ഡേറ്റഡ് ആയി, iPad updated ആയി, everything is into the phone. Yes. And it has the same functions also. നിങ്ങൾക്ക് എന്താണോ ഒരു ടാബ്ലറ്റിലോ ലാപ്ടോപ്പിലോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഒരു ഫോണിലും ഉണ്ട്. അതെ, സെയിം ഫങ്ഷൻസ് ഓർ മേ ബി മോർ ഫങ്ഷൻസ്. Yes. And more discreet because it's actually compactable എന്ന് പറയുന്നത്. ഫോൺ യൂസേജ് അത് സത്യം പറഞ്ഞാൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ വി വിൽ ഡിസ്കസ് ദാറ്റ്. Second one would be guilt. Guilt in the sense, ടീനേജ് കുട്ടികൾ പാരൻസിൽ ഉണ്ടാക്കുന്നൊരു തരം ഗിൽട്ട് ഉണ്ട്. അതായത് എല്ലാവരും സമ്മതിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ സമ്മതിക്കാത്ത.
അങ്ങനെ ഒരു ഡയലോഗ് പറയുമ്പം അപ്പോൾ നമ്മളടുത്ത് മോസ്റ്റ്ലി പാരൻസ് വന്ന് അവിടെ കൺസേൺ പറയാറുണ്ട് സ്കൂളിൽ. അപ്പോൾ കൺസേൺ പറയുമ്പോൾ ഇപ്പം ഫസ്റ്റ് പാരൻറ്റ് പറയും എൻ്റെ മോൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ വിടാത്തത് ഒരു പാർട്ടി ഉണ്ടെങ്കിൽ. എന്നാൽ നമ്മൾ സെക്കൻഡ് തേർഡ് പാരൻറ്റിനോട് സംസാരിക്കുമ്പം അവരും ഇത് തന്നെയാണ് പറയുന്നത്. സെയിം ഇഷ്യൂ ആണ്. യെസ്, സെയിം ഇഷ്യൂ ആണ്. സോ ഇറ്റ് ഈസ് കുട്ടികളുടെ ഒരു നറേറ്റീവ് ആണത്. സോ അത് കാരണം ദർ ഇസ് എ ലോട്ട് ഓഫ് ഗിൽറ്റ് അറ്റ് ദ പാരൻറ്റ് ഫോംസ്. അതായത് അയ്യോ ഞാൻ നോ പറയണോ, നോ പറഞ്ഞാൽ ആളതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, നോ പറഞ്ഞാൽ ഡസ് ദാറ്റ് മേക്ക് മീ എ ബാഡ് പാരൻറ്റ്, അങ്ങനെ ഒരു ഗിൽറ്റ്. ഈ ടീനേജ് പേരൻസ് ഫേസ് ചെയ്യുന്ന ഈ ഗിൽറ്റ് പോലെ തന്നെ ഫേസ് ചെയ്യുന്ന മറ്റൊരു വലിയൊരു ഫാക്ടറാണ് ഫിയർ. ഇഫ് ഐ സേ നോ, വാട്ട് വിൽ മൈ ടീനേജ് കിഡ് വിൽ ഡു. നമ്മൾ കുറേ ഈ ലൈഫ് ന്യൂസൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ടീനേജ് ആൾക്കാർ ലൈഫ് എൻഡ് ചെയ്യുന്നു അല്ലേ. അത് നല്ല പേടിയുണ്ട് അവർക്ക്. ബിക്കോസ് പെർട്ടിക്കുലർലി ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂസ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ പാരൻസ് വന്ന് ചോദിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നില്ലേ മാം, അപ്പം നമ്മളെങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യും എന്ന് അവർക്കൊരു ക്ലൂലെസ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ടീനേജ് പാരന്റിങ്. അപ്പോൾ ടീനേജ് പാരൻസ് മനസ്സിലാക്കേണ്ടത് പിള്ളേർ അവരുടെ ഗ്യാങ്ങിൽ നിന്നൊക്കെ പഠിച്ചതായിരിക്കും, പേരൻസിന് ഗിൽറ്റ് ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ നിങ്ങൾ ഗിൽറ്റി ആകരുത്, അതാണ്. അതെ അല്ലേ? അതായത് ലൈക്ക് യു ഹാവ് ടു സെറ്റ് ഒരു ഗ്രൗണ്ട് റൂൾസ് നമ്മൾ സെറ്റ് ചെയ്യണമല്ലോ ആസ് പാരൻസ്. ദർ ആർ സർട്ടൻ എക്സ്പെക്ടേഷൻസ് ഓർ ഗ്രൗണ്ട് റൂൾസ് ദാറ്റ് യു വുഡ് സെറ്റ് ഫോർ യുവർ ചൈൽഡ്. ദാറ്റ് ഷുഡ് ബി ഡൺ. We will come back to that and we'll address that. And third one I would say is dating. The concept of dating. Yes, the concept of dating. Because നേരത്തെ you wouldn't find ഒരു 13-year-old or 14-year-old or 16-year-olds dating or that അവർ പാരൻസിനോട് ആ കോൺസെപ്റ്റ് ഡിസ്കസ് തന്നെ ചെയ്യില്ല. Now I feel children are little more open when they discuss that with their parents. And നമ്മളിപ്പം കൊച്ചിയിൽ തന്നെ like when you go to different cafes or anything, I feel you can see a lot of teenagers hanging out there. So that concept of dating where parents are not sure like how to handle, like where do I draw the line എന്നുള്ള രീതിയിൽ. കൺസെപ്റ്റ് ഓഫ് ഡേറ്റിംഗ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേരൻസ് അതിനെപ്പറ്റി പഠിക്കണം ശരിക്കും, അല്ലേ? അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഈ ടീനേജ് നേരത്തെയൊക്കെ 13-14 വയസ്സൊക്കെ ആകുമ്പോഴാണ് ടീനേജ് മെൻറ്റാലിറ്റി വരുന്നത്, അല്ലെങ്കിൽ ഈവൻ ഫിസിക്കലുള്ള ചേഞ്ചസ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഏർലിയായി കുറച്ചുകൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ കാരണം ഇച്ചിരി ഏർലി ആയിട്ടുണ്ട്. ഡേറ്റിംഗ് റൈറ്റ് ഓർ റോങ് എന്നുള്ളതൊക്കെ ഇറ്റ്സ് അപ് ടു യു. നമ്മളതിനെ റൈറ്റ് ഓർ റോങ് എന്നുള്ളതിനെ പറ്റി നമ്മൾ പറയുന്നില്ല. സി നമ്മൾ അതിനാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതേൽ അങ്ങനെ ആരും അങ്ങനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇല്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഓപ്പൺ ടോക്ക് ഡേറ്റിങ്ങിനെ കുറിച്ച് അത്ര, ടീനേജ് ഡേറ്റിങ്ങിനെ കുറിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ അത്ര വന്നിട്ടുണ്ടാവില്ല. അശോക സ്കൂളിലുള്ള ഈ ഇഷ്യൂസ് ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ബീങ് എ സൈക്കോളജിസ്റ്റ് ദാറ്റ് ഹെൽപ്സ് മീ. ആൻഡ് വി ഓൾസോ ഹാവ് എ കൗൺസിലർ ദ ഇൻ ഹൗസ്. ഫുൾ ടൈം നമുക്കൊരു കൗൺസിലർ ഉണ്ട്. ആൻഡ് വി ഓൾസോ ഗിവ് നമ്മുടെ ടീച്ചേഴ്സിനാണെങ്കിലും ലൈക്ക് സീനിയർ സ്റ്റാഫ്, പ്രിൻസിപ്പൽ, മാനേജേഴ്സ് ആൻഡ് എവറിബഡി, അവർക്കൊക്കെ നമ്മളൊരു ഓറിയൻറ്റേഷൻ കൊടുക്കാറുണ്ട്. ആൻഡ് വൺ മോർ തിങ് ഇസ് എല്ലാ പാരൻസിനും ഓർ ഓൾമോസ്റ്റ് ഓൾ പാരൻസ് ഹാവ് മൈ നമ്പർ. അവർക്കൊക്കെ എൻ്റെ നമ്പറുണ്ട്. ഇത്രയും സ്റ്റുഡൻസിന്റെ പേരൻസിന് ഡയറക്റ്റ് നമ്പർ ഉണ്ട്, ഡയറക്ടർ നമ്പർ ഉണ്ട്. അമേസിംഗ്. ദേ കൻ കോൾ മീ. ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി മെസ്സേജ് അയച്ചാൽ ഞാൻ എന്തായാലും അവരെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും, എന്തായാലും നമ്മൾ സംസാരിക്കും. അപ്പം എനിക്കൊരു പേഴ്സണൽ കണക്റ്റ് ഉണ്ട് മിക്ക പാരൻസായിട്ടും. ഇങ്ങനെ ഇഷ്യൂസ് അവിടെ വരാറുണ്ടോ? ഈ പിള്ളേർ ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റി എന്നാണെങ്കിലും പേരൻസിന് ടെൻഷൻ ഉണ്ടാവും, അല്ലേ? ഈ പേരൻസ് എന്ന് പറയുന്നത് ജെൻസി അല്ലല്ലോ, അല്ല. നമ്മൾ വളർന്നു വന്ന ആ ഒരു സാഹചര്യമുണ്ട്, ആ ഒരു ഇതുകൊണ്ട്. ഇപ്പം ഡേറ്റിംഗ് ഒക്കെ ജെൻസിയെ സംബന്ധിച്ച് ഇറ്റ്സ് ഓപ്പൺ. പക്ഷേ അവരുടെ പേരൻസ് ജെൻസി അല്ലാത്തത് കൊണ്ട് അതത്ര അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ ആസ് എ സൈക്കോളജിസ്റ്റ്, ആസ് എ ഡയറക്ടർ ഓഫ് എ സ്കൂൾ, വാട്ട് ഈസ് യുവർ സേ അബൌട്ട് ഇറ്റ്? ഐ വുഡ് സേ ലൈക്ക് ജോബ് നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് റൈറ്റ് ഓർ റോങ് എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഈ ഒരു ടീനേജർ അല്ലെങ്കിൽ ഒരു 13 വയസ്സ് കഴിഞ്ഞാൽ ഒരു 12 വയസ്സ് കഴിഞ്ഞ ഒരു ടീനേജ് എത്തുന്ന ഒരു ഗേൾ ഓർ ബോയ്, അവർക്ക് ആ ഇമോഷൻ ഉണ്ടാവുന്നത് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. അത് ഉണ്ടായില്ലെങ്കിൽ ദെൻ ഇറ്റ് ഇസ് എൻ ഇഷ്യൂ. സോ എനിക്ക് തോന്നുന്നു നേരത്തെയും ആൾക്കാർക്ക് ഈ ഇമോഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് അവർ കുറച്ചും കൂടി ഹൈഡ് ചെയ്യായിരുന്നു, അച്ഛനും അമ്മയും പേടിച്ചിട്ട് സപ്രസും ചെയ്യായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾ അത്രയും ചെയ്യാറില്ല. യെസ്, ദേ ആർ ലിറ്റിൽ മോർ എക്സ്പ്രസീവ് ആ കാര്യത്തിൽ. സോ as long as it does not affect their
എഡ്യൂക്കേഷൻ, ദെയർ സ്റ്റഡീസ് ആൻഡ് ആ ആളുടെ എഫെക്ഷൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ സെൽഫ് വർത്ത് ഇല്ല, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ സ്കൂളിൽ വരുന്നത്, അങ്ങനെയൊക്കെ ഫീലിംഗ് ഇല്ലെങ്കിൽ I feel it is fine. But at the same time, we have to tell them about physical boundaries പഠിപ്പിക്കണം, പോസ്കോ എന്താന്ന് പഠിപ്പിക്കണം അവരെ. സോ ഓൾ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതൊന്നും എന്താ പറയുക, കുട്ടികൾക്ക് അറിയില്ല. ഇത് പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ആര് പഠിപ്പിക്കണം? നമ്മൾ പഠിപ്പിക്കണം. ആസ് എ സ്കൂൾ ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ദറ്റ് വി ടീച്ച്. ഇപ്പം നമ്മൾ പാരൻസിനാണെങ്കിലും 2 ആഴ്ച കൂടുമ്പം വി സെൻഡ് ദം എ കണ്ടൻറ്റ് ബേസ്ഡ് ഓൺ ഇപ്പം വീഡിയോ ഗെയിംസിനെ പറ്റിയുള്ള കുഴപ്പങ്ങൾ, ഓർ വി ഹവ് സെൻഡ് ദം തിങ്സ് ലൈക്ക് ഡിസ്കോഡ് എന്താ, റോബ്ലോക്സ് എന്താ, ഓൾ ദാറ്റ് വി ഹവ് സെൻഡ് ദം. സോ വി കീപ് സെൻഡിങ് ദം ആൻഡ് വി ഓൾസോ ഹാവ് ക്ലാസ്സസ് ഫോർ ചിൽഡ്രൻ ടു മേക്ക് ദം അവെയർ ഓഫ് ഇറ്റ്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പേരൻസും ഈ ടീനേജ് പിള്ളേരും തമ്മിൽ വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. യെസ്. പിന്നെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഐ വുഡ് സേ നമ്മുടെ കാലത്തെ പേരൻസും നമ്മളും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് തന്നെ ഇത്രയാണെങ്കിൽ ഇപ്പോഴത്തെ പേരൻസും പിള്ളേരും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കര വൈഡായി. ഇതിനൊന്ന് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ബിക്കോസ് ഇപ്പോൾ ജെൻ സിയും ജെൻ ആൽഫ ഉണ്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ആൻഡ് സോ ലൈക്ക് യു സെഡ്, കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. If you're coming to the solution, if I ask you 3 solutions for this, what would you say? Communication, secondly communication, lastly communication. പേരൻസ്, നിങ്ങൾ എത്ര പ്രോബ്ലത്തിൽ കൂടെ പോവുകയാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഈസ് എ മസ്റ്റ്. പക്ഷേ ആ കമ്മ്യൂണിക്കേഷനും പഠിക്കണം. ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ആണ്, അതിനൊരു രീതിയുണ്ട്. അതൊന്ന് പറയാം. നമ്മുടെ മിറക്കിൾ മൈൻഡ്സ് വരുന്ന കുറച്ച് പേരൻസ് അവർ മക്കളോട് അവർക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിലേക്ക് വന്നിട്ട് പറയും, ഇതൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. അവിടെ ഉണ്ടായിരിക്കുമല്ലോ പേരൻസ് വന്നിട്ട് പറയുമല്ലോ പിള്ളേരോട് ഒന്ന് പറഞ്ഞേക്കണം എന്നുള്ളത്. പേരൻസ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, കോൺസ്റ്റൻ്റ്ലി റെഗുലർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, വെൻ ദ ചൈൽഡ് ഇസ് ബാക്ക് ഫ്രം സ്കൂൾ, ജസ്റ്റ് ആസ്ക് ഹൗ വാസ് യുവർ ഡേ. ആൻഡ് അതൊരു ഐസൊലേഷനിലല്ല. ഇപ്പം പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ ഡേ എന്ന് ചോദിച്ചാൽ ചിലപ്പം ദേ വിൽ ഓൾസോ ബി സർപ്രൈസ്ഡ്. അതെന്താ ഇന്ന് എന്നോട് ചോദിക്കാൻ കാരണം എന്ന് അവരും ആലോചിക്കും. സോ ഷെയർ ഹൗ യോർ ഡേ ഈസ് ഓൾസോ. ഇപ്പം ജോബിൻ്റെ ഡേ എങ്ങനെയാണെന്ന് കുട്ടികളോട് ഷെയർ ചെയ്യുമ്പോൾ ദേ ഓൾസോ നോ വാട്ട് ഈസ് യോർ സ്ട്രഗിൾ, വാട്ട് ഈസ് യോർ ഹാപ്പിനെസ് അറ്റ് വർക്ക്. അപ്പം അവർക്കും ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. വെരി ട്രൂ. അതൊരു ഒരു വാലിഡ് പോയിന്റ് ആണ് അദീന ഇപ്പം പറഞ്ഞത്. സ്കൂളിലൊക്കെയും ക്വസ്റ്റ്യൻസ് കേട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. അഗെയിൻ ഒരു ക്വസ്റ്റ്യൻ അവർക്ക് അങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ ബിഫോർ ആസ്കിങ് ദാറ്റ് യു ഷുഡ് ഷെയർ അബൌട്ട് യുവർ ഡേ. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും കൂടി അങ്ങോട്ട് ഡംപ് ചെയ്യാനല്ല, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ, പോസിറ്റീവും നെഗറ്റീവും രണ്ടും കൂടെ മിക്സ് ചെയ്ത കാര്യങ്ങൾ യു ഷെയർ ആൻഡ് ദെൻ ആസ്ക് ഹൗ വാസ് യുവർ ഡേ. സോ യു ആർ മേക്കിംഗ് എ സ്പേസ് സോ ദാറ്റ് ദേ ക്യാൻ ഷെയർ ദെയർ ഡേ, അല്ലേ? അവരുടെ ആ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്. ആൻഡ് ദേ വിൽ ഓൾസോ നോ ദാറ്റ് ആക്സെപ്റ്റൻസ് ഉണ്ട്. അല്ലെങ്കിൽ എനിക്കിത് വീട്ടിൽ ചെന്ന് ഇന്നും പറയാം, ഇൻ കേസ് ഒരു വിഷമം ഉണ്ടെങ്കിൽ അവർക്ക് പറയാം. അല്ലെങ്കിൽ ഒരു ഹാപ്പി കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് പറയാം. ആൻഡ് ആ ഹാപ്പി കാര്യം അവർ പറയുമ്പോഴും നമ്മൾ ചിരിക്കണം. അല്ലാതെ ചോദിക്കരുത്, ഇത് എത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ദ ചൈൽഡ് മൈറ്റ് നോട്ട് ഓപ്പൺ അപ്പ് ടു യു. ആ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, ഹൗ വാസ് യുവർ ഡേ? ബിഫോർ ആസ്കിങ് ദാറ്റ് യു ഷുഡ് ഷെയർ അബൌട്ട് യുവർ ഡേ. ദാറ്റ് ഇസ് വൺ തിങ്. സെക്കൻഡ് സൊല്യൂഷനിലേക്ക്, സെക്കൻഡ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ടെക്നിക്കിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് സൊല്യൂഷൻ ഇസ് സംതിങ് ജോബ് ആസ് എ ഫാദർ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ്, വിച്ച് ഇസ് സ്പെൻഡിങ് ക്വാളിറ്റി ടൈം. ഒരു ഡെഡിക്കേറ്റഡ് ടൈം. ഇപ്പോൾ പല ഫാമിലീസിനും പല സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ അതിൽ നിന്ന് ഒരു സമയം, ഇപ്പം സൺഡേ മോർണിംഗ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണോ, ഓർ ഫ്രൈഡേ ഈവനിങ് വീക്കെൻഡ് ഐ ഗോണ ഗോ ഔട്ട് ആൻഡ് ഡു സംതിങ്, സോ ദാറ്റ് ദ ചൈൽഡ് ഓൾസോ ലുക്സ് ഫോർവേഡ് ടു ദാറ്റ്. എല്ലാ പ്രാവശ്യവും അത് ചെയ്യാനായിട്ട്. അതായത് ഈ സ്പെൻഡ് ക്വാളിറ്റി ടൈം എന്നുള്ളൊരു ക്ലീഷയായി ഇപ്പം എല്ലാവരും പറയുന്ന സാധന. പക്ഷെ അതിനെ പറഞ്ഞ ആ ഒരു വാക്ക് ശരിക്കും മീനിങ് ഫുൾ ആണ്. ഡെഡിക്കേറ്റഡ് ക്വാളിറ്റി ടൈം. അതായത് ഫ്രൈഡേ ഈവനിങ് ഒരു 7 o'clock നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഫ്രൈഡേ ഈവനിങ് 7 o'clock പിള്ളേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടൈം ആക്കി അവരെ കേൾക്കാനും അവരോട് സംസാരിക്കാനായിട്ടും. അതിനെ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഫോർ അവർ ഓഡിയൻസ്. എനിക്ക് ആവശ്യമെങ്കിൽ 2 മക്കളാണ്. ഒരു ടീനേജറാണ് 14 years ജോഷ്, സെക്കൻഡ് ആൾ മറിയം 7 years.
അദീന മറിയം, ഞങ്ങളുടെ മകളുടെ പേരും മറിയം എന്നാ. അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു സിസ്റ്റം വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ഒരു മാസത്തിലൊന്നൊരു ഫാദർ സൺഡേ ഉണ്ട്, ഫാദർ ഡോട്ടർ ഡേ ഉണ്ട്, ഫാദർ ചിൽഡ്രൻ ഡേ ഉണ്ട്. 3 ദിവസം. അതുപോലെ തന്നെ ആശമിക്കുമുണ്ട് മദർ സൺഡേ, മദർ ഡോട്ടർ ഡേ ആൻഡ് മദർ ചിൽഡ്രൻ ഡേ. ഈ ദിവസത്തിന് വേണ്ടി ഇവർ കാത്തിരിക്കും. അന്ന് ഞങ്ങൾ വെളിയിൽ പോകും, കുറേ സംസാരിക്കും, അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളും പറയും, അവരുടെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യും. ആ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യണം, അല്ലേ? തീർച്ചയായിട്ടും. വേറൊരു കാര്യം അദീന, പല പേരൻസും നിങ്ങളും എപ്പോഴും കേൾക്കുന്നതായിരിക്കും, ഞങ്ങളും ഞങ്ങളുടെ ക്ലിനിക്കിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, ടീനേജ് ഹിറ്റ് ചെയ്യുന്നു 13. ആ സമയത്താണ് അവരുടെ ഹോർമോണൽ ചേഞ്ചസ് അല്ലേ ഉണ്ടാകുന്നു, ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നു. പേരൻസിന്റെ ഒരു വലിയ കംപ്ലൈന്റ് എന്താന്ന്, പണ്ട് ഇവൻ ഇങ്ങനെ അല്ലായിരുന്നു, പെട്ടെന്ന് എന്തോ മാറ്റം വന്നു. പല പേരൻസിൻ്റെയും ടീനേജ് പേരൻസിൻ്റെ ഒരു കൺസേൺ ആണ്, കംപ്ലൈൻ്റ് ആണ്. ഇവൻ എന്ത് നല്ലൊരു കുട്ടിയായിരുന്നു, അല്ലെങ്കിൽ ഇവളെന്ത് നല്ലൊരു പെണ്ണായിരുന്നു, ഇപ്പം എന്തേ ഒത്തിരി ഒന്നും മിണ്ടത്തില്ല, ചോദിച്ചതിന് ഉത്തരം മാത്രം, ഒറ്റയ്ക്ക് റൂമിനകത്ത് കയറിയിരിക്കുന്നു, അല്ലേ? ആസ് എ സൈക്കോളജിസ്റ്റ്, ആസ് ആൻ ഓണർ ഓഫ് എ സ്കൂൾ, വാട്ട് ഈസ് യുവർ ആൻസർ അബൌട്ട് ഇറ്റ്? എനിക്കൊരു ആൻസർ പറയാനുണ്ട്, ബട്ട് ഐ ലൈക്ക് ടു ഹിയർ ഫ്രം യു. സോ ഐ തിങ്ക് കുട്ടികൾക്കും ഒരു മാറ്റം ഉണ്ടല്ലോ. ലൈക്ക് ഇപ്പം നമ്മൾ ചെറിയ ക്ലാസ്സിൽ, ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ചെറിയ പിള്ളേരോട് നമ്മൾ ഹായ് ഹൗ ആർ യു എന്നല്ലല്ലോ, ഹലോ ഹൗ ആർ യു എന്നല്ലേ ചോദിക്കുക. സോ അതുപോലെ തന്നെ വെൻ ദ ചൈൽഡ് ഗ്രോസ്, ദ പാരൻറ്റ് ഹാസ് ടു ഗ്രോ എലോങ് വിത്ത് ദ ചൈൽഡ്. അപ്പോൾ ടീനേജർ ആകുമ്പോൾ ഉള്ള മാറ്റങ്ങൾ നിങ്ങളും മനസ്സിലാക്കണം, നിങ്ങളും അത് പഠിക്കണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, നമ്മൾ ഇപ്പോൾ ഒരു മാരത്തൺ ഓടണമെങ്കിലും, ഒരു 10K 5K ഓടണമെങ്കിലും നമ്മളതിൽ ട്രെയിനിങ്ങിന് പോവും. പക്ഷെ ഒരു പാരൻ്റ് ആയി കഴിയുമ്പം ഹൗ മച്ച് ട്രെയിനിങ് ഓർ കോച്ചിങ് ഡു യു ടേക്ക്? ഞാനിങ്ങനെ പറയാറുണ്ട്, ഞാനും അശ്വിനും കൂടെ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇറ്റ്സ് കമ്മിങ് അപ്പ്. അതിനകത്ത് പറയാറുണ്ട്, ഒരു ഡോക്ടർ ആണെങ്കിൽ MBBS 5 years, BDS ആണെങ്കിൽ 4 years, എഞ്ചിനീയർ ആണെങ്കിൽ 4 years, ലോ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രി എല്ലാം കൂടെ ഒരു 5 years, സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ തന്നെ ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി, MPhil PhD എല്ലാം കൂടെ 5, 7, 6 years. പേരൻ്റ് ആകാനായിട്ട് എത്ര വർഷം പഠിച്ചു? എനിക്ക് തോന്നുന്നു ആകെ ചിലപ്പം വെൻ യു ആർ എക്സ്പെക്ടിങ്, മദേഴ്സ് യൂഷ്വലി റീഡ് ചെയ്യുന്നൊരു ബുക്ക് ഉണ്ടല്ലോ, വാട്ട് ടു എക്സ്പെക്ട് വെൻ യു ആർ എക്സ്പെക്ടിങ്. അത് തിയറി പഠിക്കുന്നു. യെസ്, അതല്ലാതെ ഐ ഡോണ്ട് തിങ്ക് യു ലേൺ. പ്രാക്ടിക്കലി പഠിക്കുന്ന എവിടെയാണെന്നറിയാം അതിനാ, സ്വന്തം മക്കളിലാണ്. അതായത് ഞാൻ ഒരു BMW 7 Series മേടിച്ചിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ട്. ഇറ്റ്സ് ആൻ എക്സ്പെൻസീവ്. അതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ വേറൊരു കാര്യം പേരൻസ് ചെയ്യുന്നത്, നമ്മളെ വളർത്തിയ പേരൻസ് ഉണ്ടല്ലോ, ആ ടെക്നിക്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. നമ്മൾ പല ഡയലോഗും പറയാറുണ്ട്, ഞാൻ എൻ്റെ കൊച്ചിൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ആക്ച്വലി ആ പേരൻറ്റിങ് എക്സ്പയർ ആയി, അത് ഔട്ട്ഡേറ്റഡ് ആയി, അതിനി നമ്മുടെ മക്കളുടെ ഒരിക്കൽ ആപ്ലിക്കബിൾ അല്ല. സോ ടീനേജ് പേരൻസ്, യു ഷുഡ് ലേൺ ടീനേജ് പേരൻറ്റിങ്. അശോക സ്കൂളിലൊക്കെ അതിനുള്ള പ്രൊവിഷൻസ് അമേസിങ്. അശോക സ്കൂളെന്നല്ല, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രോമിനൻറ്റ് സ്കൂൾസിലൊക്കെ, ഞങ്ങളുടെ മക്കള് ഇവിടെ ജെംസ് മോഡേൺ അക്കാഡമിയിലാണ് പഠിക്കുന്നത്. അവിടുത്തെ പ്രിൻസിപ്പളും, അവിടെ സൈക്കോളജിക്ക് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് മെൻ്റൽ ഹെൽത്തിന് വേണ്ടി, അവർ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ പേരൻസ് എന്തുമാത്രം അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. സോ ലെറ്റ് മീ സേ ലൈക്ക് ദിസ്, നമ്മളൊരു LKG സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ, അല്ലെ കുഞ്ഞു കൊച്ചായിരുന്നപ്പോൾ, നമ്മൾ ആ കൊച്ചിനെ പോലെ ആവുമായിരുന്നു, ഹായ് വാവച്ചി ഹായ് എന്നൊക്കെ, വി ബിക്കം ലൈക്ക് ദാറ്റ്. പക്ഷെ ടീനേജർ ആകുമ്പം പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആവും, അതോറിറ്റേറ്റീവ് ആകുക. എവിടെ പോയി, എന്തൊക്കെയാണ് പഠിപ്പിച്ചേ, അല്ലേ? അപ്പോഴാണ് ഈ ഗ്യാപ്പ് ഉണ്ടാകുന്നത്. അപ്പം വി ഷുഡ് ബി വൺ എമംഗ് ദം. ആ ടീനേജറെ പോലെ പേരൻസ് ആകണം. ടീനേജർ എന്ന് പറയുമ്പോൾ ജെൻസിയാണ്. ഈവൻ ദോ ദേ സ്പീക്ക് ഇംഗ്ലീഷ് ഓർ മലയാളം, അവരുടെ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. അറിയാവോ? എനിക്കറിയാം ജെൻസി സ്ലാങ്. I know Gen Z slang really well, like risk, slay, main character energy, 8 and left no crumbs, 6 7 yes, all of that is Gen Z. Aura, Pookie, yes. പേരൻസ്, ഡിയർ ടീനേജേഴ്സിൻ്റെ പേരൻസ്, ഇത് കേട്ടോ, ഇതെല്ലാം കാണാൻ പഠിച്ചു വെക്കണം. അവരോട് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ആക്ച്വലി ദർ ഈസ് നോ സ്പെഷ്യൽ മീനിങ് ഫോർ ദിസ് വേർഡ്. ഇത് ഡിക്ഷണറി നോക്കാമെങ്കിൽ 6 7 ഇല്ല, ഒരു മീനിങ്ങും ഇല്ല. ആക്ച്വലി 6 7 എങ്ങനെ ഇത്രയും പ്രോമിനൻ്റ് ആയി ചോദിച്ചാൽ, 6 7 ഒരു സാധനമായി വന്നു, ഒരു ട്രെൻഡായി. ആ സമയത്ത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ്, US പ്രസിഡന്റ്, പുള്ളിക്കാരൻ വേറെ എന്തോ പറഞ്ഞ 6 7 എന്ന് പറഞ്ഞു, അതോടെ അങ്ങ് ഹിറ്റായി. ഈയിടെ ജോഷ് ടീനേജറാണല്ലോ, ജോഷ് വന്നിട്ട് എന്തോ പറഞ്ഞപ്പോൾ തന്നെ
ഡാഡ് യു ഡോണ്ട് ഹാവ് ദാറ്റ് ഓറ ഇങ്ങനെയൊക്കെ എന്തുവാണ് ഇത്, ഇറ്റ്സ് എ ജെൻസി ലാംഗ്വേജ്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എന്നിട്ട് ഞാൻ പറഞ്ഞതല്ല, നീ ഒന്ന് പ്രോപ്പർലി ഒന്ന് സംസാരിച്ചേ എന്ന് ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ എന്നോട് പറയാ, അപ്പം ഐ തിങ്ക് യു നീഡ് ടു അപ്ഗ്രേഡ് ലിറ്റിൽ മോർ. യെസ്, you need to be in your main character energy job. അതും ജെൻസിയാണ്. എനിക്ക് ആ എക്സ്പ്രഷൻ കണ്ടു. അതെ, ഇവർ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്, അവരുടെ ഒരു സ്റ്റൈലുണ്ട്, അവർ കാര്യങ്ങളെ കാണുന്ന ഒരു രീതിയുണ്ട്. അവർ ടെക്സ്റ്റ് ചെയ്യുന്നതും വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ അവരുടെ ടെക്സ്റ്റ് ചിലപ്പോൾ നമുക്ക് വായിക്കാൻ അറിയത്തില്ലായിരിക്കാം. സോ ഒരു ടീനേജറുടെ പേരൻ്റ് ആണ് നിങ്ങളെങ്കിൽ യു ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദെയർ ലാംഗ്വേജ്, വാട്ട് ഈസ് ദെയർ റിട്ടൺ ലാംഗ്വേജ്, സ്പീക്കിംഗ് ലാംഗ്വേജ്. ഈവൻ അവരുടെ നോട്ടം പോലും ഡിഫറെൻ്റ് രീതിയിലാണ്. ഡ്രസ്സിംഗ് സെൻസ് ഇസ് ഡിഫറെൻ്റ്. അതെ. അപ്പം ടീനേജർ, നിങ്ങളുടെ മക്കൾ ടീനേജർ അല്ല, ഇപ്പോൾ ഒരു അഡോളസൻസ് ആ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. പഠിക്കുമ്പോഴും വേറൊരു പ്രശ്നമുണ്ട്, അതിനാ ഇത് മാറിക്കൊണ്ടിരിക്കുക, ട്രെൻഡിയാ. മനസ്സിലായില്ലേ, ഇത് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുക. അപ്ഡേറ്റഡ് ആകാൻ പറ്റത്തില്ലെങ്കിൽ ടീനേജർ പിള്ളേരുടെ പേരൻസ് ആകല്ലേ, അതാണ്. എന്നിട്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെന്നൊന്നും പറയല്ലേ. അതിന് വേണ്ട ലേണിങ്സ് ഉണ്ടാകണം, അതിന് വേണ്ട പ്രൊവിഷൻസ് നമ്മൾ എടുക്കണം. സ്കൂൾസിനെ അപ്രോച്ച് ചെയ്യണം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കൂൾസിനെ അപ്രോച്ച് ചെയ്യണം, അവരുടെ മാനേജ്മെൻ്റ് ആയിട്ട് ചെയ്യണം, മെൻ്റൽ ഹെൽത്ത് ക്ലിനിക്സിൽ അപ്രോച്ച് ചെയ്യണം. അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഈസി. നമ്മൾ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അവർ പറയുന്ന ഭാഷയും അവർ പറയുന്ന എന്താ ഉദ്ദേശിക്കുന്നതും. ഇപ്പം ഐ നോ ഓഫ് ഇൻസിഡൻറ്റ്, ഇപ്പോൾ 6-7 ഒരു ഫണ്ണി ഇൻസിഡൻ്റ് ആയിട്ട് ഒരു മദറിനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അമ്മ ഇങ്ങനെ, അപ്പം അതിൻ്റെ അർത്ഥം അപ്പോൾ ഷീ വാസ് നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് മീൻസ് നത്തിങ്. അതെ, ഈ അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. അവർ നിങ്ങളുടെ സ്റ്റൈലിലോട്ട് വരണമെന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിരിക്കത്തില്ല. അത് എന്തോ ഔട്ട്ഡേറ്റഡ് ആണ്, ഓൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ക് എന്നൊക്കെ പറയും നമ്മളെ, അങ്കിൾ എന്ന് പറയത്തില്ല, അറ്റ്സ് അങ്ക് ട്രെൻഡ് എന്നൊക്കെയാണ്. അതുകൊണ്ട് അണ്ടർസ്റ്റാൻഡ് അല്ലേ. സോ ഇത് പഠിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഇത് സത്യം പറഞ്ഞാൽ പേരൻസിന് ഒരു വലിയ ചലഞ്ചാണ്. സോ ഹൗ ക്യാൻ വി മേക്ക് ഇറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്? എങ്ങനെ അവരെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും? ടു അണ്ടർസ്റ്റാൻഡ് ചിൽഡ്രൻ, എനിക്ക് തോന്നുന്നു 2 കാര്യങ്ങളും കൂടി പാരൻസിന് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യമുണ്ട്. ഒന്ന്, എന്താണ് നിങ്ങളുടെ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ. ഇപ്പോൾ പാരൻസ് ആകുമ്പം ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന കുറച്ച് മദേഴ്സോ ഫാദേഴ്സോ ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യുവർ ടീച്ചിങ് സ്റ്റൈൽ. ദാറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ യുവർ ലേണിംഗ് സ്റ്റൈൽ. യെസ്, പേരൻസ് മനസ്സിലാക്കേണ്ടത് there are I think 3 different learning styles ഉണ്ടല്ലേ? If you name it, visual, auditory, kinesthetic. സോ ടീനേജ് പേരൻസും അല്ലാത്ത പേരൻസും മനസ്സിലാക്കേണ്ടത് ഒരു ലേണിംഗ് സ്റ്റൈലാണ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുക, മറ്റേതൊക്കെ താഴെയായിരിക്കും. ആ പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ വേണം. ഞങ്ങൾക്കാണെങ്കിൽ ഒരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ, DMIT ടെസ്റ്റ്, ഡെർമറ്റോഗ്രാഫിക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. നമ്മുടെ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് ചെയ്തപ്പം ഇപ്പം ഞാൻ ഓഡിറ്ററിയ, ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിച്ചപ്പോൾ എൻ്റെ അമ്മ ആ ഫിസിക്സ് ഇലക്ട്രോണിക്സിൻ്റെ ബുക്കൊക്കെ മുഴുവൻ ഫോമുല വായിച്ച് കേൾപ്പിക്കും, ഞാനത് കേട്ടുപോയി എഴുതും. വിഷ്വലാണ്. ഞങ്ങളുടെ മകൻ ജോഷ് വിഷ്വലാണ്. അപ്പം വിഷ്വലായിട്ടുള്ളൊരു കുട്ടിയോട് എടാ കേട്ടോ എന്ന് പറഞ്ഞാൽ അവൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യത്തില്ല. അവനെ നോക്കൂ, ലുക്ക്, ഡിഡ് യു സീ ഇറ്റ് എന്നൊക്കെ പറയുമ്പം പ്രോംപ്റ്റ് ആണ്. അപ്പം ആ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യും ആൻഡ് ദേ വിൽ ലേൺ ഇറ്റ് ആൻഡ് ദേ വിൽ ആക്ട് അക്കോർഡിംഗ്ലി. അപ്പം ഒന്നാമത്തേത് അണ്ടർസ്റ്റാൻഡ് ദ ലേണിംഗ് സ്റ്റൈൽ ഓഫ് യുവർ ചിൽഡ്രൻ. പല പേരൻസിനും എനിക്ക് തോന്നി ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ സ്കൂളിൽ നിന്നല്ല, എല്ലാ സ്കൂളിലും ഉള്ള ചലഞ്ചാണ്. ഒരു ടീച്ചർ ഒരു സ്റ്റൈലിലായിരിക്കും പഠിപ്പിക്കുന്നത്. ആ ക്ലാസ്സിലുള്ള ഒരു 20 പേര് അല്ലെങ്കിൽ 30 പിള്ളേർ 3 ലേണിംഗ് സ്റ്റൈലുള്ളവരാണ്. ആ പഠിപ്പിച്ച ആ സ്റ്റൈൽ മാത്രമേ പിള്ളേരിലേക്ക് കയറത്തുള്ളൂ. എന്താണ് അതിനൊരു സൊല്യൂഷൻ? നമുക്ക് അതിൻ്റെ ബിഗ്ഗസ്റ്റ് സൊല്യൂഷൻ ഐ ഗെസ് ഇറ്റ്സ് നമ്മുടെ ക്ലാസ് സൈസ് നമ്മളൊരു 20 to 25 ആണ് എല്ലാ ക്ലാസ്സിലും എടുക്കുക. നോട്ട് ജസ്റ്റ് ഇൻ കിൻഡർഗാർഡൻ ടു ഗ്രേഡ് 12 എല്ലാ ക്ലാസ്സിലും ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ എന്ന് പറയാം. അപ്പം അതുകൊണ്ട് തന്നെ ആൻഡ് വി ഡു എ ബേസ് ലൈൻ ടെസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഒരു കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ എന്നുള്ളത്. സോ വി ഹാവ് എ ഫെയർ ഐഡിയ ഇങ്ങനെ ആയിരിക്കും. ആൻഡ് ടീച്ചേഴ്സ് ഇപ്പോൾ ചെറിയ കുട്ടികളാകുമ്പം ടീച്ചേഴ്സ് കുറേ അനക്ഡോട്ടൽ സ്റ്റഡീസിൽ കൂടെ ദേ വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ലേണിംഗ് സ്റ്റൈൽ ആൻഡ് ദ ക്ലാസ് ഇസ് ഡൺ ഇൻ സച്ച് എ മാനർ ദാറ്റ് ഓൾ 3 styles ആർ ബീങ് ആൻസേർഡ്.
സോ ഒരു ടീച്ചർ ലെക്ചർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓഡിറ്ററി മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബട്ട് ഷീ യൂസസ് മൾട്ടിപ്പിൾ റിസോഴ്സസ് ടു ആൻസർ വിഷ്വൽ ആൻഡ് കിനസ്തെറ്റിക്. എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിനകത്ത് 3 ലേണിംഗ് സ്റ്റൈൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും ടീച്ചർ. അതെ, യെസ്. എന്നിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഏകദേശം ഒരുപോലെ കിട്ടത്തക്ക രീതിയിൽ. ആൻഡ് ഇഫ് വി കം ടു ദ സെക്കൻഡ് പോയിന്റ് ഓഫ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്. യെസ്. ലവ് ലാംഗ്വേജ്. ലവ് ലാംഗ്വേജ്. യെസ്. there are 5 love languages അല്ലേ? യെസ്. പൊതുവേ നമ്മളത് പാർട്ട്നേഴ്സിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ ലവ് ലാംഗ്വേജ് കേട്ടിട്ടുണ്ടാവുക. ഐ എം ഷുവർ സം ഓഫ് ദം വുഡ് ഹാവ് ഹേർഡ്. ബട്ട് വിത്ത് ചിൽഡ്രൻ ഓൾസോ ദർ ഇസ് എ ലവ് ലാംഗ്വേജ്. ആൻഡ് ജോബ് പറഞ്ഞ പോലെ 5 ലവ് ലാംഗ്വേജസ് ഉണ്ട്. സോ 5 ആർ ലൈക്ക് ഫിസിക്കൽ ടച്ച്, വേർഡ്സ് ഓഫ് അഫർമേഷൻ, ക്വാളിറ്റി ടൈം, ഗിഫ്റ്റിംഗ് ആൻഡ് ആക്ട് ഓഫ് സർവീസ്. ഇത് 5 ആണ്. ഇപ്പം അതിനാടെ എന്തൊക്കെയാണ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന 2 ലവ് ലാംഗ്വേജസ്? എൻ്റെ ആക്ട് ഓഫ് സർവീസും ഗിഫ്റ്റിംഗും ആണ്. ജോബിൻ്റെ എൻ്റെ വേർഡ് ഓഫ് അഫർമേഷൻ ആയിരിക്കും ഫസ്റ്റ്. സെക്കൻഡ് ആക്ട് ഓഫ് സർവീസ് ആയിരിക്കും സെക്കൻഡ്. തേർഡ് ടച്ച് ആയിരിക്കും. എന്നാൽ ഞാൻ വിചാരിക്കും അങ്ങനെ ആശമനോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മക്കളുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കാം. അതെ. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ സ്കൂൾ അതോറിറ്റീസിനെ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ക്ലിനിക്കിലോ സെൻറ്റേഴ്സിലോ ചെല്ലുക. ആൻഡ് അവർക്ക് ടെക്നിക്സ് ഉണ്ട്, ടെസ്റ്റുകളുണ്ട് കുട്ടികളുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കാൻ. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് യുവർ ചിൽഡ്രൻസ് ലവ് ലാംഗ്വേജ്, ആദ്യത്തെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന 2-3 എണ്ണത്തെ ഫോക്കസ് ചെയ്താൽ മതി. അതെ, അതെ, അല്ലേ? നമുക്കൊരു ഡോമിനൻറ്റ് ലേണിംഗ് സ്റ്റൈൽ പോലെ തന്നെ ഡോമിനൻറ്റ് ലവ് ലാംഗ്വേജ് ഉണ്ടല്ലോ. അപ്പോൾ അതിലൊരു 2-3 എണ്ണം ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പം സപ്പോസ് ഇപ്പം ആക്ട് ഓഫ് സർവീസും ഫിസിക്കൽ ടച്ചും. ഇപ്പം ഫിസിക്കൽ ടച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ കൊച്ചിലെ കുട്ടികളെ ഹഗ് ചെയ്യും അല്ലെങ്കിൽ കിസ് ചെയ്യും. പക്ഷേ വൺസ് യു ആർ ടീനേജേഴ്സ് നമ്മളത് ചെയ്യാറില്ല. Or the number of times that you do it is very less. നമ്മുടെ ആ റിലേഷൻഷിപ്പ് becomes a little more formal, which is not needed, because നമ്മുടെ കുട്ടികളാണ്, നമ്മൾ അവരെ ഹഗ് ചെയ്യണം, നമ്മൾ അവരെ ടച്ച് ചെയ്യണം, ആൻഡ് വി ഷുഡ് എക്സ്പ്രസ്. അപ്പം തന്നെ കുട്ടിക്ക് ഉണ്ടാവുന്ന വിഷമങ്ങളോ അല്ലെങ്കിൽ ടീനേജ് സമയത്ത് ഉണ്ടാവുന്ന ഓവർ തിങ്കിങ്, ഓൾ ഓഫ് ദാറ്റ് വുഡ് ബി റിസോൾവ് ടു ആൻ എക്സ്റ്റെൻഡ്, ഐ ഗെസ്. ഈ വേർഡ്സിനെക്കാട്ടിലും ഭയങ്കര പവർഫുള്ളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മീഡിയമാണ് ടച്ച്. യെസ്. അല്ലേ? ഈ നമ്മൾ ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പേരൻസ് മേക്ക് ഷുവർ ദാറ്റ് യു ടച്ച് യുവർ ചിൽഡ്രൻ എവറി ഡേ. യു ഹഗ് ദം, യു കിസ് ദം. യെസ്. അവർ തിരിച്ചിങ്ങോട്ടും നിങ്ങൾ അവരെ എല്ലാ ദിവസവും ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ, ഹഗ് ചെയ്യുന്നില്ലെങ്കിൽ, കിസ് ചെയ്യുന്നില്ലെങ്കിൽ പുറത്തെ ആൾക്കാർ റെഡിയാണ് നിങ്ങളുടെ മക്കൾക്ക് ഇത് കൊടുക്കാൻ. എന്നിട്ട് അവർ വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് വീട്ടിൽ നിന്ന് കിട്ടട്ടെ, അല്ലേ? സോ ഞാനൊന്നുകൂടെ ഒരു നക്ഷൽ എന്നുള്ള രീതിയിൽ ഒന്ന് പറയുവാണ്, റീക്യാപ്പ് ചെയ്യുവാണെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ ഫോർ ടീനേജ് പേരൻസ്. കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിനകത്തുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ആണ്. ഹൗ ടു കമ്മ്യൂണിക്കേറ്റിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു ഡെഡിക്കേറ്റഡ് ക്വാളിറ്റി ടൈം. ഇനിയും ആ ഡെഡിക്കേറ്റഡ് ക്വാളിറ്റി ടൈമും ഫ്രൂട്ട്ഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ പേരൻസ് ഷുഡ് നോ വാട്ട് ഈസ് ദ ലേണിംഗ് സ്റ്റൈൽ ഓഫ് യുവർ ചൈൽഡ് ആൻഡ് വാട്ട് ആർ ദ ലവ് ലാംഗ്വേജസ് ഓഫ് യുവർ ചിൽഡ്രൻ. അമേസിങ്. ഇതൊക്കെ വളരെ കുറച്ചാണ് ഈ ഒരു ടെക്നിക്കൽ രീതിയിൽ സംസാരിക്കുന്നത്. ഇത് സംസാരിക്കാൻ പറ്റുന്നത് ബിക്കോസ് യു ആർ ഇൻ ടു മെൻ്റൽ ഹെൽത്ത് ആൻഡ് സെയിം ടൈം യു ആർ ഡീലിംഗ് വിത്ത് ഹൺഡ്രഡ്സ് ഓഫ് ടീനേജ് പേരൻസ്. ഞാൻ അവിടെ സ്കൂളിൽ വന്നപ്പോഴേ എനിക്ക് തോന്നുന്ന ഒരു 12:30 ആയപ്പോഴാണ് ഞാൻ വന്നത് ഉച്ചയ്ക്ക്. ഞാൻ അങ്ങോട്ട് കയറിയപ്പം നിങ്ങളുടെ സ്കൂളിൻ്റെ ആ വോളയിൽ പല വാക്കുകൾ ഭയങ്കര പവർഫുൾ അഫർമേഷൻസ് ഉണ്ട്. അതിനകത്ത് ഞാൻ അങ്ങോട്ട് കണ്ടത് ലക്ഷ്യം എന്നുള്ള ആ ഒരു വാക്ക്, അതിൻ്റെ ഷാഡോ ആണ് നിലത്ത് നിൽക്കുന്നത്. രാവിലെ വന്നാലും വൈകിട്ട് വന്നാലും കാണത്തില്ല. ഉച്ചയാകുമ്പോൾ ആ വെയിലടിക്കുമ്പോഴത്തേന് ലക്ഷ്യം എന്നുള്ള ആ എഴുതിയേക്കുന്നത് കാണുകയാണ്. അതുപോലെ തന്നെ വിഷൻ, ഇതൊക്കെ ഞാൻ കണ്ടു അവിടെ. സംസ്കാരം, കല, ഇതൊക്കെ ഒരു യുണീക്നെസ് ആയിട്ട് തോന്നി, ഒരു ഭയങ്കര വാംത് ഫീൽ ചെയ്തായിരുന്നു. ദാറ്റ്സ് വെരി നൈസ്. ആൻഡ് ആദർശ് ഈസ് ആൻ അമേസിങ് വിഷണറി. ഒരു ഈ ഷോർട്ട് ടൈമിനകത്ത് ഈ 12th ഗ്രേഡ് വരെ ഇത്രയും പ്രോമിനൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റിയല്ലോ. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ, യു ഓൾസോ പാസ് ടീനേജ്. ആ സമയത്ത്
അദീനയുടെ ടീനേജ് സമയത്ത് അദീനയുടെ പേരൻസിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഓ, എൻ്റെ ഫാദറിനെ ഇത് കാണിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ബാക്ക് ആൻസറിങ് ആൻഡ് ഒരു റിബല്യസ് നേച്ചർ ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ അതെന്താ മറ്റേ എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ചപ്പാത്തി മതി, ഡിഫറെൻ്റ് ഒപ്പീനിയൻ. ഡിഫറെൻ്റ് ഒപ്പീനിയൻ. ആൻഡ് ആ ഒപ്പീനിയൻ പിന്നെ തെറ്റാന്ന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൽ തന്നെ ഉറച്ചു നിന്ന് വാശി പിടിക്കുക, കരയുക, അല്ലെങ്കിൽ റൂമിൽ നമുക്ക് മറ്റേ ഡോർ സ്ലാമിങ് ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ശരിക്കും ഇപ്പം ഈ സൈക്കോളജി എല്ലാം പഠിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ആൻസർ പറയാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ ഒന്ന് ഹോർമോണൽ ചേഞ്ചസ്, അതിൻ്റെ ഒരു റിസൾട്ട്. രണ്ട്, വി ഹാവ് ടു പ്രൂവ് അവർ സെൽസ്. ഞാനൊരു സംഭവമാണ് ആൻഡ് ഐ നോ മോർ ദാൻ യു. അതൊരു ടീനേജേഴ്സിനുള്ളതാ, പേരൻസിനെക്കാളും എനിക്കറിയാം എന്നുള്ള അതൊക്കെ കാണിക്കാൻ വേണ്ടി. ഇപ്പം എന്ത് തോന്നുന്നു അതൊക്കെ ഓർത്തിട്ട്? ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, വേസ്റ്റ് ഓഫ് എനർജി. ദാറ്റ്സ് ഗ്രേറ്റ്. പിന്നെ എനിക്ക് ലാസ്റ്റായിട്ടൊരു കാര്യം പറയാനുള്ളത്, യു ഫേസ്ഡ് 3 immediate death in 2 years. Your mother, your grandmother and your brother. Yes. And അത്ര ഈസി അല്ല അതിനകത്തുനിന്ന് വെളിയിൽ വരാനായിട്ട്. But you came out of that. Yes. Anything to say about it? I think ടൈം ഹീൽസ് എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്. അതുകൂടാതെ ദാറ്റ് സപ്പോർട്ട് സിസ്റ്റം that you have. You took psychological support. Yes, that support system that you have. And നമ്മുടെ father, like my father is there, my husband, my father's brother. So ആ ഒരു ഫാമിലി സപ്പോർട്ട്. ആൻഡ് ബിക്കോസ് എനിക്ക് അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് എനിത്തിങ് വിത്ത് ദം. ഇപ്പോൾ ഈ പറഞ്ഞൊരു ടീനേജ് ഏജിൽ കൂടി ഞാനും കടന്നു വന്നിട്ട്, ബട്ട് ദേ മേഡ് ഷുവർ ദാറ്റ് വാട്ട് എവർ വാസ് മൈ ടാൻഡ്രം ദേ സ്റ്റുഡ് ബൈ മീ. ആൻഡ് സോ ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. ആൻഡ് ആ ഒരു സപ്പോർട്ട് ഹാസ് ബീൻ ട്രെമെൻഡസ് ഫോർ മീ. Okay, wonderful. And yes, you have to go ahead in life and do things that would make them also proud. ഇപ്പം എൻ്റെ അമ്മയ്ക്കും അനിയനും ഒക്കെ പ്രൗഡ് ആവുന്ന കാര്യങ്ങൾ എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റുമല്ലോ. Yes. Wonderful. Thank you so much for coming here and spending your valuable time. And അത്ര ആൾക്കാർ ഡിസ്കസ് ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെയാണ് അതിനെ ഇവിടെ വന്ന് പറഞ്ഞത്. ഫ്രം യുവർ എക്സ്പീരിയൻസ് ആൻഡ് നോളജ്. ആദർശിനെ പ്രത്യേകം അന്വേഷിച്ചെന്ന് പറഞ്ഞാട്ട് ഞങ്ങളുടെ സ്പെഷ്യൽ റിഗാർഡ്സ് പറയണം. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ അശോക വേൾഡ് സ്കൂൾ. Thank you. And this talk will help a lot of people. Thank you so much. Yes, thank you, Job. And thank you for having me here. And thank you for your brilliant initiative for having a session for teenagers. Yes. So that is something that is commendable, and you are doing brilliant work in your own field. So thank you. Thank you. Thank you so much.